ക്ലാസ് 8-ലെ 8ാമത്തെ ചാപ്റ്റർ. ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത് ആനിമേഷൻസ് ഉണ്ടാക്കാനാണല്ലോ. ഓപ്പൺ ടൂൺസ് എന്ന് പറയുന്ന ഒരു 2D ആനിമേഷൻ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടുമാണ് പഠിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് 7 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ പ്രാക്ടിക്കലിൽ 7 മാർക്ക് ഉറപ്പിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പ്രാക്ടിക്കലി പഠിച്ച് സെറ്റാക്കി എടുക്കാം. ആദ്യം കണ്ടിട്ടുള്ള ഈ ഒരു ആനിമേഷൻ സീനാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലൂടെ അത്യാവശ്യം ഓപ്പൺ ടൂൺസിലെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ ടൂളുകളും നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോകുന്നത് നമുക്ക് ഈ ഒരു ആനിമേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഫയൽസ് വേണം. അത് കൃത്യമായുള്ള ഒരു ഫോൾഡറിൽ നമുക്ക് എടുത്തു വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫയൽസിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിനകത്ത് ആനിമേഷൻ എന്ന ഫോൾഡറിൽ സീൻ 2ൻ്റെ അകത്ത് കുറച്ച് ഫയൽസ് ഒക്കെ ഉണ്ട്. ഈ ഫയൽസുകളാണ് ഞാനിവിടെ ഈ ഒരു ആനിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്പൺ ടൂൺസ് ഓപ്പൺ ചെയ്യാം. 2D ആനിമേഷൻസ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഓപ്പൺ ടൂൺസ് എന്ന് പറയുന്നത്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഇവിടെ ഓപ്പൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ടൂൺസ് വരുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ടൂൺസ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. എക്സാമിന് പറയുന്ന അതേ സ്റ്റെപ്പുകൾ ഇവിടെ ചെയ്താൽ മതി. നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാം. ഓൾറെഡി നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഫയൽ തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ പ്രൊജക്റ്റ് കൊടുത്തിട്ട് ആ പ്രൊജക്റ്റ് ഫയൽ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്തെടുത്താലും മതി. ഞാനിവിടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുന്നു. നമ്മുടെ പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഡെമോ എന്നാണ് കൊടുക്കുന്നത്. ഡെമോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എക്സാമിന് ഒരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പ്രൊജക്റ്റിൻ്റെ അകത്തേക്ക് നമ്മളൊരു സീനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സീൻ ഉണ്ടാക്കാനായി ക്രിയേറ്റ് സീൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് സീൻ. ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, പുറത്തല്ല. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം സീൻ 1 എന്ന് പേര് കൊടുക്കാൻ. സീൻ 1 എന്ന പേര് കൊടുത്തു. ഇനി ക്യാമറ സൈസ്. എക്സാമിന് ചോദ്യത്തിൽ ഒരു ക്യാമറ സൈസ് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ HD 720 എന്ന് പറയുന്ന ഈ ഒരു സൈസാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ക്ലിയർ? അതിനുശേഷം ഇവിടെ യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ്സ് പിക്സൽ ആണെന്ന് ഉറപ്പ് വരുത്തുക. എക്സാമിന് വേറെ ഏതെങ്കിലും യൂണിറ്റാണ് കൊടുക്കുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വേറെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിക്സൽ കൊടുക്കുക. ഫ്രെയിം റേറ്റ് ഉണ്ട്. ഫ്രെയിം റേറ്റ് 12 ആക്കുക. ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് വരണം എന്നുള്ളതാണ് ഫ്രെയിം റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് വരണം. ഇങ്ങനെ നമ്മൾ ഈ ഒരു സീന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 12 ഫ്രെയിം ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ? ഒരു ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രമായിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. അതായത് ഒരു സെക്കൻഡിൽ 12 ഫ്രെയിമുകൾ, 12 ചിത്രങ്ങൾ വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി ക്രിയേറ്റ് സീൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സീനൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് കിട്ടുക. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും മുകളിൽ പോയാൽ ഇവിടെ ഡ്രോയിങ്, ആനിമേഷൻ, ബ്രൗസർ, അങ്ങനെ കുറേ കാണാം. ഇതിനെയാണ് നമ്മൾ റൂമുകൾ എന്ന് വിളിക്കുന്നത്. റൂംസ്. ഇതിൽ 3 റൂമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ആനിമേഷൻ. നമ്മൾ നിലവിലുള്ളത് ആനിമേഷൻ എന്ന് പറയുന്ന റൂമിലാണ്. അടുത്തത് ഡ്രോയിങ്. ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയാണ് ഈ ഡ്രോയിങ് യൂസ് ചെയ്യുന്നത്. ഡ്രോയിങ് എന്ന റൂം. ചിത്രങ്ങൾ ഇങ്ങോട്ടേക്ക്, പുറത്തുള്ള ചിത്രങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ അവസാനമുള്ള ബ്രൗസർ എന്ന് പറയുന്ന റൂം യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ആനിമേഷൻ എന്ന റൂമിലാണ്. ആനിമേഷൻ എന്ന റൂം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ വ്യൂവർ എന്ന് പറയുന്നത്. നമ്മുടെ മൗസിലെ സ്ക്രോൾ വീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. ഈ വൈറ്റ് പോർഷൻ കൃത്യമായിട്ട് കാണുന്ന വിധത്തിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം. ഈ ഭാഗത്ത് കാണുന്നതിനെയാണ് നമ്മൾ എക്സ് ഷീറ്റ് എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റേഴ്സിലുള്ള ടൈം ലൈന് പോലെ നമുക്ക് ആവശ്യമായുള്ള കുറേ കാര്യങ്ങൾ, ഇനി അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ എക്സ് ഷീറ്റിലാണ് ചെയ്യാം. നമ്മൾ അധികം പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് ആദ്യത്തെ പണിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ഇമേജ് വേണം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാൻ ആദ്യത്തെ കോളത്തിലെ ആദ്യത്തെ സെല്ലിലേക്ക് വരിക. ഇവിടെ ഫ്രെയിം കാണാം. ഫ്രെയിം 1 2 3 4 അങ്ങനെ ഫ്രെയിമുകളുണ്ട്. ഇതിൽ ആദ്യത്തെ ഈ ഫ്രെയിമിൻ്റെ നേരെയുള്ള ആദ്യത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങോട്ടേക്കാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ടുവരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ടുവരാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം പുറത്തുള്ള ഒരു ചിത്രത്തിനെ ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെയുള്ള ബ്രൗസർ എന്ന് പറയുന്ന ഈ ഒരു റൂമിലേക്ക് വരിക. ബ്രൗസർ. ഈ റൂമിൽ നമ്മുടെ ഫോൾഡർ ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലാണ് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസുകളൊക്കെ ഇട്ടത്. എക്സാമിന് എവിടെയാണോ നിങ്ങൾ ആ ഒരു ഫയൽസ് ഉണ്ട് എന്ന് പറഞ്ഞത് ആ ഒരു ഫോൾഡറിലേക്ക് പോവാം. ഞാനിവിടെ ഡോക്യുമെൻറ്റ്സിനകത്ത് ഇവിടെയായിട്ട് ആനിമേഷൻ എന്ന ഫോൾഡർ ഉണ്ട്. ആനിമേഷൻ എന്ന ഫോൾഡറിൽ സീൻ 2 എന്ന ഫോൾഡറിനകത്താണ് എൻ്റെ ചിത്രമൊക്കെ ഇവിടെ ഉള്ളത്.
ചിലപ്പോൾ നിങ്ങൾക്കിത് ഈ രീതിയിലായിരിക്കും കാണുന്നത്, അതായത് ലിസ്റ്റ് രൂപത്തിലായിരിക്കും കാണുന്നത്. കുറച്ചും കൂടി ഭംഗിയായിട്ട് ഐക്കണായിട്ട് കാണിക്കൽ ഇവിടെ ഐക്കൺ കൊടുത്താൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല, കുറച്ചും കൂടി വൃത്തിയിൽ കാണും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണല്ലോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട്. സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ടൂൾസിൽ നമ്മൾ ലോഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഡബിൾ ക്ലിക്ക് അല്ല, ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് അല്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് കൊടുക്കുക. ലോഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോയിലും ലോഡ് തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ BG എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ലോഡ് ആയത് കാണാം. ഇനി നേരെ തിരിച്ച് ആനിമേഷൻ എന്ന റൂമിലേക്ക് വന്ന് നോക്കിയേ. ഫസ്റ്റ് ഫ്രെയിമിൽ ആ ഫസ്റ്റ് സെല്ലിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ സെല്ലിൽ പോകുമ്പം, രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് എത്തുമ്പം ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അടുത്തേലോ അതിലും ഇല്ല. മീൻസ് ഒന്നാമത്തെ ഫ്രെയിമിൽ മാത്രമേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് 5 സെക്കൻഡ് ഡ്യൂറേഷനാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം 5 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാൻ എത്ര ഫ്രെയിംസ് വേണം എന്നുള്ളത്. നമ്മൾ സീനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം റേറ്റ് 12 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ 12 ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ 5 സെക്കൻഡിൽ എത്ര ഫ്രെയിം വേണം? 5 × 12 60 ഫ്രെയിം വേണം. ആ കണക്ക് ക്ലിയർ അല്ലേ? 1 സെക്കൻഡിൽ 12 ഫ്രെയിം വേണമെന്നാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ 5 സെക്കൻഡാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 5 സെക്കൻഡ് ഡ്യൂറേഷനുള്ള വീഡിയോ വേണ്ടിക്കൽ 5 × 12 60 ഫ്രെയിം നമുക്ക് വേണം. സോ ആദ്യം മുതൽ അവസാനം വരെ 5 സെക്കൻഡിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വേണം. അതുകൊണ്ട് 60 ഫ്രെയിം വരെ ഇതേ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ 2 മാർഗമുണ്ട്. അതിൽ ഒരു മാർഗം ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ബട്ടൺ കാണാം, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്ടഡ് സെൽസ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യാം. എവിടെ വരെ? 60 വരെ. കാരണം നമുക്ക് 5 സെക്കൻഡാണ്. സോ 60 ഫ്രെയിം വരെ ഡ്രാഗ് ചെയ്യാം. 60 വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 60ാമത്തെ ഫ്രെയിം എടുത്താലും ഇതിൻ്റെ നടുവിലുള്ള വേറെ ഏതെങ്കിലും ഒരു ഫ്രെയിം എടുത്താലും ആ ചിത്രം അവിടെ ഉണ്ടാവും. എന്നാൽ 60ന് ശേഷമുള്ളത് എടുത്താൽ ആ ചിത്രം ഉണ്ടാവില്ല. സോ ആദ്യം മുതൽ അവസാനം വരെ, അതായത് 60 വരെ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തു. ഇനി നമുക്കൊരു മേഘമാണ് വേണ്ടത്. മേഘത്തിൻ്റെ ചിത്രം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ചിത്രങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചിത്രങ്ങൾ വരച്ച് ചേർക്കാനുള്ള ഓപ്ഷനും ഓപ്പൺ ടൂൾസിൽ തന്നെ ഉണ്ട്. അടുത്ത എലമെൻ്റ് അല്ലെങ്കിൽ അടുത്ത മേഘത്തെ അല്ലെങ്കിൽ ആ ഒരു മേഘത്തിനെ നമ്മൾ രണ്ടാമത്തെ കോളത്തിലാണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിലെ ഫസ്റ്റ് സെല്ലിലേക്ക് വരിക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലോഡ് ലെവൽ ഉണ്ട്, ന്യൂ ലെവൽ ഉണ്ട്. നമ്മൾ പുതിയൊന്ന് വരച്ചുണ്ടാക്കാൻ വേണ്ടി പോവാണ്. സോ ന്യൂ ലെവൽ കൊടുക്കുക. അപ്പോൾ പുതിയൊരു പേര് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ക്ലൗഡ് എന്ന പേര് കൊടുക്കും. നമ്മൾ വരച്ചുണ്ടാക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. ക്ലൗഡ് എന്ന് കൊടുത്തു. ടൈപ്പ് ചോദിക്കുന്നുണ്ട്. നമ്മൾ വെക്റ്റർ ആണ് കൊടുക്കുന്നത്. ടൂൺസ് വെക്റ്റർ ലെവൽ. കാരണം നമ്മളതൊരു വെക്റ്റർ ഇമേജ് ഒക്കെ ആയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. വെക്റ്റർ എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? സൂം ചെയ്യുന്ന സമയത്ത് വ്യക്തത നഷ്ടപ്പെട്ടു പോവാത്ത ഇമേജുകളെ നമുക്ക് വെക്റ്റർ ഇമേജസ് എന്ന് പറയാം. അപ്പോൾ വെക്റ്റർ ലെവലാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത്? ഇവിടെ തന്നെയല്ലേ നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇനി നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നേരെ ഡ്രോയിങ്ങിലേക്ക് വരിക. ഡ്രോയിങ് എന്ന് പറയുന്ന റൂമിൽ വന്നാൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും. ചിത്രം വരയ്ക്കാൻ ആവശ്യമായുള്ള ഒരുപാട് ടൂളുകൾ ഇവിടെയുണ്ട്. പല ആവശ്യങ്ങൾക്കും ഈ ടൂളുകൾ ഉപയോഗിക്കാം. അതിൽ ബ്രഷ് എന്ന ടൂൾ എടുക്കുക. അതിൽ ബ്രഷ് ടൂൾ, എന്നിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പം പ്രത്യേകിച്ച് സൈസിലൊന്നും വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മേഘത്തിന് ഇങ്ങനെ വരച്ച് ചേർക്കുന്നു. ക്ലിയർ? മേഘത്തിനെ വരച്ചിട്ടുണ്ട്. ഇനി ഈ മേഘത്തിൻ്റെ അകത്തേക്ക് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൂൾ ബാറിൽ തന്നെ ഫിൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഇതാണ് ഫിൽ ടൂൾ. ഫിൽ ടൂൾ എടുക്കുക. ഫിൽ ടൂൾ എടുത്ത ശേഷം നേരെ ഇത് ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെയായിട്ട് പ്ലസ് ഐക്കൺ ഉണ്ട്. ഒരു പുതിയ സ്റ്റൈൽ നമ്മൾ ആഡ് ചെയ്യാണ്. കാരണം ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അതുകൊണ്ട് പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ സ്റ്റൈൽ ക്ലിക്ക് ചെയ്യാം. ഈ ന്യൂ സ്റ്റൈലിനകത്ത് എന്ത് ചെയ്യുക? വൈറ്റ് കളർ കൊടുക്കുന്നതാണ്. ക്ലിയർ? ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കളർ ചൂസ് ചെയ്താൽ എല്ലാ കളറും കാണാം. അതിൽ ഞാൻ സെൻറ്ററിൽ നിന്ന് വൈറ്റ് ചൂസ് ചെയ്യുന്നു. ക്ലിയർ? വൈറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ വൈറ്റ് വന്നിട്ടുണ്ട്. ഇനി നേരെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ആ വൈറ്റ് ഇങ്ങോട്ടേക്ക് ഫിൽ ആയിക്കോളും. നമ്മുടെ മേഘം നമ്മൾ റെഡിയാക്കി. അപ്പോൾ ചിത്രം വരയ്ക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? നേരെ തിരിച്ച് ആനിമേഷൻ റൂമിലേക്ക് പോവാം. ആനിമേഷൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ചിത്രം വന്നിട്ടുണ്ടല്ലോ. ഇവിടെ രണ്ടാമത്തെ സെല്ലിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ രണ്ടാമത്തെ ഫ്രെയിമിലെത്തുമ്പോൾ ആ ഒരു ക്ലൗഡ് ഇല്ല. സോ നമ്മുടെ ക്ലൗഡ് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് വേണം. അപ്പോൾ ഈ ക്ലൗഡിന് എന്ത് വേണം? 60ാമത്തെ ഫ്രെയിം വരെ റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവരണം. ഒന്നിക്കലും നമുക്കിത് പിടിച്ചു വലിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേറൊരു മാർഗം കൂടിയുണ്ട്.
ആ ഒരു മാർഗം വഴി നമുക്ക് ഈ ക്ലൗഡിനെ 60 ഫ്രെയിം വരെ എത്തിക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ഒരു ഫ്രെയിമിൽ ഈ ക്ലൗഡിൽ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ നോക്കിയാൽ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. റിപ്പീറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ട് ടൈംസ് ഉണ്ട്, അതേപോലെ അപ് ടു ഫ്രെയിം ഉണ്ട്. അപ് ടു ഫ്രെയിം എന്ത് ചെയ്യുക 60 കൊടുക്കുക. നമുക്ക് ഏത് ഫ്രെയിം വരെയാണോ വേണ്ടത് ആ ഒരു ഫ്രെയിം ഇവിടെ കൊടുക്കുക, 60ാമത്തെ ഫ്രെയിം. ഇനി റിപ്പീറ്റ് എന്നീ ഒരു ബട്ടണിലെ റിപ്പീറ്റ് എന്നീ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ 60ാമത്തെ ഫ്രെയിം വരെ ആ ക്ലൗഡ് വന്നോളും. ഇങ്ങനെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ക്ലൗഡ് നമ്മൾ റെഡിയാക്കി. ക്ലിയർ? ഇനി നമുക്ക് ക്ലൗഡിന് ഒരു ആനിമേഷൻ കൊടുക്കാം. ഒന്നുകിൽ ആവശ്യമുള്ള ഇനിയുള്ള ബാക്കി എല്ലാ ചിത്രങ്ങളും കൊണ്ടുവന്നതിന് ശേഷം ആനിമേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ആനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ ആനിമേഷൻ റൂമിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ ഈ ക്ലൗഡിൻ്റെ ഫസ്റ്റ് സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലൗഡിൻ്റെ ഫസ്റ്റ് ഫ്രെയിം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടൂൾ ബാറിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ആനിമേറ്റ് ടൂള് കാണാം. ആനിമേറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ആനിമേറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൽ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ആനിമേഷൻ ഓപ്ഷനിൽ കൊടുക്കേണ്ടത്. പൊസിഷനിലാണ് ചേഞ്ച് വരുത്തേണ്ടെങ്കിൽ പൊസിഷൻ കൊടുക്കാം, റൊട്ടേഷൻ ആണെങ്കിൽ റൊട്ടേഷൻ, സ്കെയിലാണെങ്കിൽ സ്കെയിൽ, ബാക്കി അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എനിക്കിപ്പം ഇവിടെ നിന്ന് ഈ ഒരു ക്ലൗഡിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയേ വേണ്ടൂ. അതായത് പൊസിഷനിൽ മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി. സോ ഇപ്പം ഞാൻ പൊസിഷൻ മാത്രം ചൂസ് ചെയ്യുന്നു. ആനിമേഷൻ ഓപ്ഷൻ പൊസിഷൻ ചൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഫ്രെയിമിൽ ആദ്യത്തെ ഫ്രെയിമിൽ എൻ്റെ ക്ലൗഡ് എവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാനിതാ ക്ലൗഡിന് ഇവിടെ വെച്ചു. ഞാനിവിടെ വെക്കുന്ന സമയത്ത് തന്നെ ഈ ഫ്രെയിമിൻ്റെ ഇവിടെയായിട്ട് ചെറിയൊരു കീ വന്നത് കാണാം. മീൻസ് ഈ ഒരു ഫ്രെയിമിനെ നമ്മൾ കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്തു. എന്താണ് കീ ഫ്രെയിം എന്ന് പറഞ്ഞു തരാം, വെയിറ്റ്. ഇവിടെ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇനി 60ാമത്തെ ഫ്രെയിമിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ ക്ലൗഡ് ഇവിടെ എത്തണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നേരെ 60ാമത്തെ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 60ാമത്തെ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ക്ലൗഡിനെ പിടിച്ച് വലിച്ചിട്ട് ഇവിടേക്ക് ചേർക്കുക, ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ 60ാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ട്. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക? ഇതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. കാണാൻ വേണ്ടി ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്രെയിം എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തനിയെ തന്നെ അത് ഫസ്റ്റ് ഫ്രെയിമിൽ പോയിട്ടുണ്ട്. ഇവിടെയുള്ള പ്ലേ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ, ആ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? നമ്മൾ ആദ്യത്തെ ഫ്രെയിം കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്തു, അവസാനത്തെ ഫ്രെയിമും കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്തു. ആദ്യം ഇവിടെ വേണം എന്നുള്ളതും പറഞ്ഞു കൊടുത്തു, അവസാനം ഇവിടെ വേണം എന്നുള്ളതും പറഞ്ഞു കൊടുത്തു. എന്നാൽ അതിനിടയിലുള്ള എല്ലാ ഫ്രെയിമുകളും ഓപ്പൺ ടൂൾസ് എന്ന ഈ സോഫ്റ്റ്വെയർ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ട്വീനിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ആ പ്രധാനപ്പെട്ട 2 ഫ്രെയിമില്ലേ, ഇവിടെ വേണം അതേപോലെ ഇവിടെയും വേണം, ആ ഫ്രെയിമുകളെയാണ് നമ്മൾ കീ ഫ്രെയിമുകൾ എന്ന് പറയുന്നത്. ആ കീ ഫ്രെയിമുകളെ മനസ്സിലാക്കിയിട്ടാണ് അതിനിടയിലുള്ള ബാക്കി ഫ്രെയിമുകൾ എങ്ങനെ വേണം എന്നുള്ളത് സോഫ്റ്റ്വെയർ തന്നെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ നായ്ക്കുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. നായ്ക്കുട്ടീനെ കൊണ്ടുവരാൻ നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് ആയിരുന്നു, അതിനെ കൊണ്ടുവന്നു. അതേപോലെ ഈ ഒരു മേഘത്തിനെ നമ്മൾ വരച്ച് ചേർത്തു. എന്നാൽ നായ്ക്കുട്ടീൻ്റെ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ചിത്രം ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്, കൺഫ്യൂഷൻ ആവണ്ട. ഇത് കണ്ടോ? ഒരേപോലത്തെ ചിത്രമാണ് എല്ലാം. എന്നാൽ എടുത്തു നോക്കിയാൽ വ്യത്യാസം കാണും. ഇത് 1ാമത്തെ ചിത്രം, ഇത് 2, ഇത് 3, ഇത് 4, 5, 6, 7, 8, 9. ഏകദേശം ഒരേപോലുള്ള ഒരു സീക്വൻസ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. എന്നാൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളാണ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ പേര് നോക്കി, Luna_1, Luna_2. അപ്പോൾ Luna_ വരെ കോമൺ ആണ്, ബാക്കി വരുന്ന ഭാഗം മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇത്തരത്തിൽ സീക്വൻസ് ആയിട്ട് നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരുമിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ സീക്വൻസ് ഇമേജ് ആകുമ്പോൾ നമുക്ക് ആ ഒരു നായ്ക്കുട്ടീൻ്റെ ആ മൂവ്മെൻ്റ് ഒക്കെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. സീക്വൻസ് ഇമേജിനെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ ഇപ്പം ചെയ്ത പോലെ തന്നെയാണ്. 3ാമത്തെ കോളത്തിലാണ് നമ്മൾ ഈ നായ്ക്കുട്ടീനെ കൊണ്ടുവരുന്നത്. 3ാമത്തെ കോളത്തിലെ ഫസ്റ്റ് സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഫസ്റ്റ് ഫ്രെയിം ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ചിത്രങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രൗസറിലേക്ക് പോകുന്നു. ബ്രൗസറിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു ഫോൾഡർ ചൂസ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് ആനിമേഷനിൽ സീൻ 2ൻ്റെ അകത്ത്, ഇവിടെ സീൻ 2ൻ്റെ അകത്തുള്ള എല്ലാ ഫയലുകളും കാണാം. അതിലൊരു ഫോൾഡർ ഉണ്ട്, സീക്വൻസ്. സീക്വൻസ് എടുക്കുമ്പം ഇവിടെ ഒരു നായ്ക്കുട്ടി മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ആ ഫോൾഡറിൽ നോക്കിയപ്പോൾ 9 എണ്ണം ഉണ്ടായി. ഇവിടെ ഓപ്പൺ ടൂൾസിൽ നമ്മൾ എടുക്കുമ്പം സീക്വൻസ് ആയിട്ടാണ് ഇമേജ് കൊടുത്തതെങ്കിൽ അതിങ്ങനെ കോമൺ നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കോമൺ നെയിമിലുള്ള ആ കോമൺ ഭാഗം മാത്രം നമുക്ക് കാണാം. കണ്ടില്ലേ? Luna_.
എല്ലാ ചിത്രങ്ങൾക്കും കോമൺ ആയിട്ട് നമ്മൾ അവിടെ കൊടുത്തത് ലൂണ _ എന്നാണ്. 1 2 3 എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ആ കോമൺ ആയിട്ടുള്ള പേര് മാത്രം ഇവിടെ നമുക്ക് കാണാം. അതുകൂടാണ്ട് ഇവിടെ ഒരു ചെറിയ സ്ക്വയർ ബ്രാക്കറ്റിൽ എത്ര ചിത്രങ്ങളുണ്ട് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് കൊടുക്കുക. നേരത്തെ ചോദിക്കുന്നത് പോലെ തന്നെ വീണ്ടും ചോദിച്ചു ലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ലൂണ എന്നത് ആ ഒരു ഫയലിൻ്റെ പേരാണ്. അതേപോലെ 9 ആ 9 ചിത്രം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ആ 9 ആ സീക്വൻസ് ആയി കൊടുത്ത 9 ചിത്രങ്ങളും ചിത്ര ശ്രേണികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് ഏനിമേഷൻ എന്ന റൂമിലേക്ക് വരാം. ഏനിമേഷൻ എന്ന റൂമിൽ വന്നാൽ ഇതാ ഇവിടെ ആദ്യത്തെ സെല്ലിൽ ഫസ്റ്റ് ചിത്രം, രണ്ടാമത്തിൽ അടുത്ത ചിത്രം, 3 അങ്ങനെ 9ാമത്തെ ഫ്രെയിം വരെ എല്ലാ ചിത്രവും വന്നിട്ടുണ്ട്. നമുക്ക് ഈ നായ്ക്കുട്ടീനെ എന്ത് വേണം? ആദ്യത്തെ ഫ്രെയിം മുതൽ അവസാനത്തെ ഫ്രെയിം വരെ വേണം. നായ്ക്കുട്ടീനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബാക്കോട്ടേക്ക് വരുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 9ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ 9 ഫ്രെയിമും 60ാമത്തെ ഫ്രെയിം വരെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ്. റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ റിപ്പീറ്റ് എന്ന ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എത്രാമത്തെ ഫ്രെയിം വരെ റിപ്പീറ്റ് ചെയ്യണം? 60ാമത്തെ ഫ്രെയിം വരെയല്ലേ? അതുകൊണ്ട് ഞാനിവിടെ 60 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 60 എന്ന് കൊടുക്കുന്നു. റിപ്പീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 60ാമത്തെ ഫ്രെയിം വരെ അത് റിപ്പീറ്റായി വന്നിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് കൃത്യമായിട്ട് ഇതിന് ഏനിമേഷൻ കൊടുക്കാം. ആദ്യത്തെ ഫ്രെയിമിനെയാണ് നമ്മൾ ഇവിടെ കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്യുന്നത്. കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്യേണ്ട ഏത് ഫ്രെയിമാണോ ആ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏനിമേറ്റ് മോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഏനിമേറ്റ് മോഡിലാണുള്ളത്. ഇത് വലിയ നായ്ക്കുട്ടിയാണ്, ഇത്ര വലിയ നായ്ക്കുട്ടിയല്ല, നമുക്ക് ചെറുതാക്കണം. ചെറുതാക്കാൻ വേണ്ടി ഇവിടെ ഏനിമേഷൻ ഓപ്ഷൻ ഇല്ലേ, അത് ഞാനിവിടെ പൊസിഷൻ മാറ്റിയിട്ട് സ്കെയിൽ കൊടുക്കുന്നു. സ്കെയിൽ എന്ന് പറയുന്നത് ചെറുതാക്കുക വലുതാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് സ്കെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി എനിക്ക് ഈ നായ്ക്കുട്ടീനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചെറുതാവും. ക്ലിയർ? ഇനി എനിക്ക് ഈ നായ്ക്കുട്ടീനെ പിടിച്ച് ഈ സൈഡിലേക്ക് വെക്കണം. അപ്പോൾ പൊസിഷനാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഏനിമേഷൻ ഓപ്ഷൻ എന്ത് ചെയ്യുക? പൊസിഷൻ ആക്കുക. ഇനി എനിക്ക് ഈ നായ്ക്കുട്ടീനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചെറുതാവുമല്ല ചെയ്യുക, അതിൻ്റെ പൊസിഷനാണ് മാറുക. ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഫ്രെയിമിൽ അല്ലെങ്കിൽ ആദ്യത്തെ കീ ഫ്രെയിമിൽ എനിക്ക് നായ്ക്കുട്ടീനെ ഇവിടെയാണ് വേണ്ടത്. ഇനി എനിക്ക് അടുത്ത കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത കീ ഫ്രെയിം ഞാൻ ഏറ്റവും അവസാനം തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിനിടയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, പക്ഷേ അതുവരെ ആയിരിക്കും ആ ഒരു ഫ്രെയിമൊക്കെ വരുന്ന ആ ഒരു ആനിമേഷൻ വരുന്നത്. ഞാനിവിടെ 60ാമത്തെ ഫ്രെയിം അവസാനം വരെ എനിക്ക് വേണം. അതുകൊണ്ട് 60ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തു. 60ാമത്തെ ഫ്രെയിമിനെ ഞാൻ കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്യാണ്. 60ാമത്തെ ഫ്രെയിമിൽ എവിടെയായിരിക്കണം എൻ്റെ നായ്ക്കുട്ടി ഉണ്ടാവേണ്ടത്? ഈ നായ്ക്കുട്ടീനെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ വരാതെ ഇവിടെ വരെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെ കീ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു ഐക്കൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ അല്ലെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നായ്ക്കുട്ടീൻ്റെ ആ ഒരു ആനിമേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്ന വിധത്തിലേക്കും നമുക്ക് സെറ്റ് ചെയ്യാം. വെള്ളത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോളം 4 ചൂസ് ചെയ്യാം. കോളം 4ലെ ഫസ്റ്റ് ഫ്രെയിം ഫസ്റ്റ് സെല്ല് എടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ബ്രൗസറിലേക്ക് പോവുക. ബ്രൗസറിൽ നിന്ന് നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ ചിത്രം ചൂസ് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് നിങ്ങളുടെ വെള്ളത്തിൻ്റെ ചിത്രം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് ഏതാണോ എക്സാമിന് പറഞ്ഞത് ആ ഒരു ഫോൾഡറിലേക്ക് എത്തുക. ഞാൻ ഇതാ ഇവിടെ എൻ്റെ water.png എന്ന ചിത്രമുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് കൊടുക്കുക. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ലോഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ലോഡ് കൊടുക്കുക. ലോഡ് ആയിട്ടുണ്ട്, കറക്റ്റ് ഇവിടെ കാണാം. തിരിച്ച് ആനിമേഷൻ റൂമിലേക്ക് വരുന്നു. വെള്ളം ഇവിടെയുണ്ട്. വെള്ളത്തിനെ എനിക്ക് റിപ്പീറ്റ് ചെയ്യിപ്പിക്കണം. 1ാമത്തെ ഫ്രെയിം മുതൽ അവസാനത്തെ ഫ്രെയിം വരെയാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നത്, 60 വരെ. ഇനി 1ാമത്തെ ഞാൻ വേഗത്തിൽ പറയുകയാണ്, കാരണം ഇത്ര സമയം ചെയ്ത കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. 1ാമത്തെ ഫ്രെയിമിൽ വെള്ളത്തിൻ്റെ ഫസ്റ്റ് സെല്ലിൽ ആ ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തു. ആനിമേറ്റ് മോഡിൽ തന്നെയാണുള്ളത്, അപ്പോൾ അത് തന്നെ ഉറപ്പ് വരുത്തുക. ഇനി ഞാൻ വെള്ളത്തിന് എന്ത് ചെയ്യുന്നു? പൊസിഷൻ. ഇവിടെ ആനിമേഷൻ ഓപ്ഷൻ പൊസിഷൻ തന്നെയാണ്, കാരണം വെള്ളത്തിൽ എനിക്ക് സൈസ് ഒന്നും വ്യത്യാസം വരുത്തേണ്ട, പൊസിഷൻ മാത്രമേ വ്യത്യാസം വരുത്തേണ്ടതുള്ളൂ. വെള്ളത്തിനെ പിടിച്ചിട്ട് ആദ്യത്തെ ഫ്രെയിമിൽ ഇവിടെ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അവസാനത്തെ ഫ്രെയിമാണ് എൻ്റെ അടുത്ത കീ ഫ്രെയിമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. അവസാനത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. അവസാനത്തെ ഫ്രെയിമിൽ എൻ്റെ വെള്ളം എന്ത് ചെയ്യണം? ഇവിടെ ഈ ചെടീൻ്റെ അടുത്ത് വരെ എത്തണം. ഇതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്രെയിം ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, പ്ലേ കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുന്നത് അടുത്ത കോളത്തിലാണ്. ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്ത സെയിം സ്റ്റെപ്പാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്ത കോളത്തിൽ ഫസ്റ്റ് സെല്ലിൽ വരിക, അടുത്ത കോളത്തിൽ ഫസ്റ്റ് സെല്ലിൽ വരിക, ബ്രൗസറിലേക്ക് പോവുക. ഇവിടെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എവിടെയാണുള്ളത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫോൾഡർ, ആ ഒരു കറക്റ്റ് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് കൊടുക്കുക. സെയിം സ്റ്റെപ്പുകൾ ലോഡ് കൊടുക്കുക, ഇവിടെയും ലോഡ് കൊടുക്കുക. ആ BG മ്യൂസിക് ഇവിടെ വന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നേരെ ആനിമേഷൻ എന്ന റൂമിലേക്ക് പോവാം. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് 5 സെക്കൻഡ് തന്നെയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് കറക്റ്റായിട്ട് 60 ഫ്രെയിം വരെ അത് പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോകാൻ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഫ്രെയിമിലാണുള്ളത്. എന്നിട്ടൊന്ന് പ്ലേ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യേണ്ടിക്കൽ ജസ്റ്റ് ഫയലിൽ സേവ് ഓൾ കൊടുത്താൽ മതി. സേവ് ഓൾ ഉണ്ട്, സേവ് ഓൾ കൊടുത്താൽ മതി. അപ്പോൾ പ്രൊജക്ട് ഫയൽ അങ്ങോട്ടേക്ക് സേവ് ആവും. ഇനി നമുക്കിതിനെ ഒരു MP4 വീഡിയോ ആക്കിയിട്ട് ഒരു വീഡിയോ ഫയൽ ഫോർമാറ്റ് ആയിട്ട് സേവ് ചെയ്യേണ്ടിക്കൽ ഇത്ര ചെയ്താൽ മതി. ഇവിടെ റെൻഡർ ഉണ്ട്. റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 ഉണ്ട്. റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4. അപ്പോൾ നമുക്ക് ഇതിനൊരു വീഡിയോ ഫയൽ ഫോർമാറ്റ് ആയിട്ട് മാറ്റാം. MP4 ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡെസ്ക് ടോപ്പ് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഡെസ്ക് ടോപ്പിൽ ഇവിടെ സീൻ 1 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ക്ലിയർ, സീൻ 1 ഇത് ഇവിടെയുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേ കാര്യം തന്നെ ഇപ്പം നമ്മൾ ഒരു മേഘയെ വരച്ചിട്ടുള്ളൂ. ഇനി 2 മേഘങ്ങൾ അങ്ങ് ഇങ്ങോട്ട് പോകുന്നത് വേണ്ടെങ്കിൽ ഇതേ കാര്യം ചെയ്യാം. ഇനി വേറെ എന്താണോ ഇതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ ഈ കാര്യങ്ങൾ പഠിച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഓപ്പൺ ടൂൾസ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഇത്തരത്തിലുള്ള ആനിമേഷൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഓപ്പൺ ടൂൾസിനെ പറ്റിയിട്ട് പറയുന്ന ഒട്ടുമിക്ക ടൂളുകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്.